നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. എന്നാൽ അവൻ്റെ അത്താഴം കഴിയുന്നത് വരെ അവൻ നിന്നെ തിരിച്ചറിയാൻ ഇടയാകരുത്. അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വെക്കുക. പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്നും പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും. അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നവൾ പറഞ്ഞു. അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങി. അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്നും പുതപ്പ് മാറ്റി അവിടെ കിടന്നു. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിയുണർന്നു. കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. നീ ആരാണ്? അവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ റൂത്താണെന്ന് അവൾ പറഞ്ഞു. അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. അവൻ മറുപടി പറഞ്ഞു, മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ്. യുവാക്കന്മാരെയോ ധനികന്മാരെയോ ദരിദ്രരെയോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നുവല്ലോ. മകളെ, ഭയപ്പെടേണ്ട. നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ എല്ലാ പരിചയക്കാർക്കും അറിയാം. ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ. എന്നാൽ എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ നിനക്കുണ്ട്. ഈ രാത്രി ഇവിടെ കഴിയുക. ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ചുമതല അവൻ നിർവഹിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം. അവൻ അത് ചെയ്താൽ നന്ന്. ഇല്ലെങ്കിൽ ഒറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും. പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക. അവൾ അവൻ്റെ കാൽക്കൽ കിടന്നു. അത് രാവിലെ ആളറിയുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റു. ബോവാസ് പറഞ്ഞു, മെതിക്കളത്തിൽ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുത്. നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക. അവൻ 6 അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചു കൊടുത്തു. അവൾ നഗരത്തിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അമ്മായിമ്മ ചോദിച്ചു, മകളെ, എന്തുണ്ടായി? അവൻ ചെയ്തതെല്ലാം അവൾ വിവരിച്ചു പറഞ്ഞു. അമ്മായിമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു. നവോമി പറഞ്ഞു, മകളെ, കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. കാര്യം തീരുമാനിക്കുന്നത് വരെ അവൻ അടങ്ങിയിരിക്കുകയില്ല. ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. ബോവാസ് നഗരവാതിക്കൽ ചെന്നു. അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് പറഞ്ഞു, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. അവൻ അങ്ങനെ ചെയ്തു. നഗരത്തിൽ നിന്നും ശ്രേഷ്ഠന്മാരായ 10 പേരെ കൂടി ബോവാസ് വിളിച്ചുകൊണ്ട് വന്നു. ഇവിടെ ഇരിക്കുവിനെന്ന് അവരോടും അവൻ പറഞ്ഞു. അവരും ഇരുന്നു. ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞു, മൊവാബ് ദേശത്ത് നിന്നും തിരിച്ചു വന്ന നവോമി നമ്മുടെ ഒരു ബന്ധുവായ എലിമലേക്കിന്റെ നിലത്തിന്റെ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു. അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക. താല്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക. അത് വീണ്ടെടുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട ആൾ ഞാനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനത് വീണ്ടെടുക്കാം. അപ്പോൾ ബോവാസ് പറഞ്ഞു, നവോമിയിൽ നിന്നും വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവരുടെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിനു വേണ്ടി അവൻ്റെ വിധവയും മവാബയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം. അപ്പോൾ ബന്ധു പറഞ്ഞു, അത് സാധ്യമല്ല. കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാനിടയാകും. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. എനിക്കത് സാധ്യമല്ല. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രയേലിൽ മുമ്പ് നിലവിലിരുന്ന നിയമം ഇതാണ്. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ നടപ്പ്. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി. അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു, എലിമലേക്കിൻ്റെതും മഹ്ലോൻ, കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്നും ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. മൊവാബിയും മഹ്ലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു. മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്ത് നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളോടെ